ബിഗ് ബോസ് മലയാളം സീസൺ 7 ശേഷം വളരെ രാജകീയമാണ് അനുമോളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വിമർശിക്കുന്നവരും കുറ്റം പറയുന്നവരും ഒരു ഭാഗത്ത് അത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു. കള്ളിയാണെന്നും PR എന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിറയുമ്പോൾ അനുമോൾ തൻ്റെ കരിയറുമായി മുന്നോട്ട് പോവുകയാണ്. വിമർശനങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന തരത്തിലാണ് അനുമോൾ മുന്നോട്ട് പോകുന്നത്. ആയിരക്കണക്കിന് വരുന്ന ആരാധകർക്ക് മുന്നിൽ തൻ്റെ സ്നേഹം തുറന്നു കാണിച്ചുകൊണ്ടാണ് അനുമോൾ എത്തുന്നത്. ഇനിയും മനസ്സിൽ കുത്തിത്തിരിപ്പുമായി നടക്കുന്നവർക്ക് അങ്ങേയറ്റം നിരാശ തോന്നുമെന്നും എന്നാൽ അനുമോളെ സ്നേഹിക്കുന്നവർക്ക് അത്രയേറെ സന്തോഷം നൽകുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അതെ, അനുമോളുടെ ഏറ്റവും വലിയ സ്വപ്നം അതായിരുന്നു. അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് കടക്കുന്നുവെന്നും ചെറിയൊരു അരങ്ങേറ്റമല്ല, ദുൽഖർ സൽമാനും ഉണ്ണിമൂതൻ നായികമാരായെത്തുന്ന ചിത്രത്തിലെ നായികയായിട്ടാണ് അനുമോളിൻ്റെ അരങ്ങേറ്റം. കിരൺ നാരായണൻ രജനിയും സംവിധാനവും നിർവഹിക്കുന്ന റിവോൾവർ റിവോ എന്ന ചിത്രത്തിലൂടെയാണ് അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്. സിനിമ തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണെന്നും നായികയായിട്ടല്ല എങ്കിലും നല്ലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യണം, സിനിമകളുടെ ഭാഗമാകണം എന്നതാണ് തൻ്റെ ആഗ്രഹം എന്നൊക്കെ അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും അനുമോൾ പറഞ്ഞിരുന്നു. ഏതെങ്കിലും അവസരം വന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് അത് വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു അനുമോളിൻ്റെ മറുപടി. അത് വലിയൊരു സർപ്രൈസ് ആയിപ്പോയി എന്ന് ആരാധകരും പറയുന്നുണ്ട്. 16-ാം തീയതി വൈകിട്ട് 5 മണിക്ക് റിവോൾവർ റിക്കോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. അനുമോൾ സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിട്ടുമുണ്ട് ആരാധകരുമായി. പോസ്റ്റ് ഇതിനോടകം ആരാധകർ ഏറ്റെടുത്ത് സന്തോഷമായി കഴിഞ്ഞിട്ടുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നടൻ ദുൽഖർ സൽമാൻ മലയാളത്തിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകതയും റിവോൾവർ റിക്കോ എന്ന സിനിമയിലുണ്ട്. വിക്രമാദിത്യന് ശേഷം ഉണ്ണിമൂതൻ ദുൽഖറും ഒന്നിക്കുന്നു എന്നാണ് സിനിമകളുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. മിനി സ്ക്രീനിലൂടെയാണ് അനുമോൾ തൻ്റെ കരിയർ ആരംഭിക്കുന്നത് എന്ന് സ്റ്റാർ മാജിക് ഷോയിലൂടെ ആരാധകർക്ക് ഇഷ്ടം പിടിച്ചു പറ്റി. അതിനുശേഷം മിനി സ്ക്രീനിൽ സീരിയലുകളിലും അനുമോൾ സജീവമായി. ബിഗ് ബോസ് റിയാലിറ്റി ഷോയ്ക്ക് ശേഷം ഇപ്പോൾ അനുമോൾ ജനഹൃദയങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സന്തോഷത്തിലാണ് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അനുമോൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് തനിക്ക് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളത് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണെന്ന്. ആ ഒരു സ്വപ്നം നിർവഹിക്കുകയാണ് ഇപ്പോൾ അനുമോൾ. ഈ ഒരു അവസരം പോസ്റ്റിന് താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയിരിക്കുന്നത്. അനുമോളുടെ ആഗ്രഹം ഇത്രയും പെട്ടെന്ന് സാധിക്കുമെന്നും അതുപോലെ തന്നെ ഇത്രയും മികച്ചൊരു എൻട്രി കിട്ടിയതിൽ ഒരുപാട് അഭിമാനിക്കാമെന്നുമാണ് അനുമോളുടെ ആരാധകരുടെ കമൻറ്റുകൾ നിരവധി പേർ അനുമോൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് പറഞ്ഞത്. ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് അനുമോളെ പോലെ ഇത്രയും പേരുടെ അറ്റാക്ക് ഒരുമിച്ച് സംഭവിച്ച് മറ്റൊരു മത്സരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ബിഗ് ബോസ് വീട്ടിൽ നിന്ന് മത്സരമെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് പോലും മറ്റുള്ള മത്സരാർത്ഥികളുടെ ഇപ്പോഴും അനുമോളുടെ ശത്രുത അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഒരുപാട് മോശമായിട്ടാണ് അനുമോളെക്കുറിച്ച് ബിഗ് ബോസ് വീട്ടിലുണ്ടായിരുന്ന ചില കണ്ടസ്റ്റന്റുകൾ ഇപ്പോഴും പറയുന്നത്. എന്നാൽ അതിനൊന്നും തന്നെ യാതൊരുവിധ പ്രതികരണവും അനുമോളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. കാരണം അനുമോൾക്ക് അതൊന്നും തന്നെ ശ്രദ്ധിക്കാനുള്ള സമയമില്ല. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ എന്ന രീതിയിലാണ് അനുമോൾ പെരുമാറുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.